വെൽക്കം ബാക്ക് ടു ഇമൂസ് ലെക്ചർ. സോ ഇനി ഡിസ്കസ് ചെയ്യുന്നത് ലിംഫോയിഡ് ലിനേജ് ആണ്. അപ്പൊ നമ്മൾ മൈലോയിഡ് ലിനേജ് പറഞ്ഞു, അതെല്ലാം ഇമ്മ്യൂൺ റെസ്പോൺസ്, പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ് കൊടുക്കുന്നവരായിരുന്നു. ഇവര് അഡാപ്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസ് കൊടുക്കുന്നവരാണ്. അതായത് ഒരു 2 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ആന്റിജൻ അകത്ത് കയറി കഴിഞ്ഞാൽ 2 വീക്സ് കഴിഞ്ഞിട്ടായിരിക്കും ഇവരുടെ റെസ്പോൺസ് സ്റ്റാർട്ട് ചെയ്യണം. ഇവർ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ ഇവർക്കെല്ലാം ഇവർ സ്പെസിഫിക് ആയിരിക്കും. അപ്പോൾ അതാണ് ലിംഫോയിഡ് ലിനേജിലുള്ളത്. 3 ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ടി സെൽസ് ഉണ്ട്, ബി സെൽസ് ഉണ്ട്, ആൻഡ് നാച്ചുറൽ കില്ലേഴ്സ് ഉണ്ട്. സോ ലിംഫോസൈറ്റ്സിൽ നാച്ചുറൽ കില്ലർ ഉണ്ടാവും, ബി സെൽസ് ഉണ്ടാവും, ടി സെൽസ് ഉണ്ടാവും. അല്ല ടി സെൽസിൽ CD4ഉം അതുപോലെ CD8ഉം. ഈ സെൽസ് എല്ലാം കാണുമ്പോൾ ഏകദേശം മൈക്രോസ്കോപ്പിൽ കൂടെ സിമിലർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇവരുടെ സർഫസില്, ഇവരുടെ സെൽ സർഫസില് ഒരു സർഫസ് പ്രോട്ടീൻ ഉണ്ട്. വി കോൾഡ് ഇറ്റ് ആസ് ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ, CD. അപ്പൊ ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ ഓരോ സെൽസുകൾക്കുണ്ട്. അത് ഈ CD1, CD2 അങ്ങനെ ടി സെൽസിന്, ബി സെൽസിന് ഇതെല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ നമുക്ക് ഈ സെൽസുകളെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടി സെൽസിന്റെ സർഫസിൽ നമുക്ക് ടി സെൽ റിസപ്റ്റേഴ്സ് കാണാൻ പറ്റും. TCR, ടി സെൽ റിസപ്റ്റേഴ്സ്. ബി സെൽസിന്റെ സർഫസിൽ നമുക്ക് ബി സെൽ റിസപ്റ്റേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇതുവഴി നമുക്ക് ടി സെൽസിനെയും ബി സെൽസിനെയും ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ ഒന്നുകൂടെ ഈസി ആയിട്ട് പറ്റും. നെക്സ്റ്റ്, ഒരു ആന്റിജൻ ഒരു ബോഡി കയറി കഴിഞ്ഞു. അപ്പൊ നെയ്വ് ആയിട്ടുള്ള ബി സെൽ ആവട്ടെ ടി സെൽ ആവട്ടെ, അപ്പൊ നെയ്വ് ബി സെൽ ടി സെൽ എന്ന് പറയുന്ന ആന്റിജനിക് കോണ്ടാക്ട് വരാത്ത ഒരു ടി സെൽ ആവട്ടെ ബി സെല്ലിനെയാണ് നമ്മൾ നെയ്വ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവർക്ക് ആന്റിജനിക് കോണ്ടാക്ട് വന്നു കഴിയുമ്പോൾ ഇവര് പ്രൊലിഫറേറ്റ് ചെയ്യും. പ്രൊലിഫറേറ്റ് ചെയ്തതിനു ശേഷം ഡിഫറൻഷിയേറ്റഡ് ഇൻടു എഫക്റ്റർ സെൽ ആൻഡ് എഫക്റ്റർ സെല്ലും മെമ്മറി സെല്ലുമായിട്ടും ഡിഫറൻഷിയേറ്റ് നടത്തും. ഈ എഫക്റ്റർ സെല്ല് നേരെ പോയി ആന്റിജനെ കില്ല് ചെയ്യും. ആൻഡ് മെമ്മറി സെൽസ് കില്ല് ചെയ്യാൻ പോകില്ല. അവര് കുറച്ചു നാള് ബോഡി തന്നെ ഉണ്ടാകും. ഇനി വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ ആന്റിജൻ ബോഡി കയറിയ ഈ മെമ്മറി സെൽസ് അവരെ റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ അവര് അതിന് പറ്റിയ ആന്റിബോഡീസ് റിലീസ് ചെയ്യുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യും. സോ നമ്മുടെ ബോഡി കയറിയ ആന്റിജനെ ഒരിക്കലും മെമ്മറി സെൽസ് മറക്കത്തില്ല എന്ന് പറയുന്നത്. ഈ സെൽസിന് പേര് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചുറ്റും ആന്റിബോഡീസ് ഉണ്ടാകും. അവരുടെ ചുറ്റും ആന്റിബോഡീസ് സറൗണ്ട് ചെയ്ത് നിപ്പുണ്ടാകും. ആൻഡ് ഇവർക്ക് പിന്നെ വേറൊരു സംഭവം ഉള്ളത് ബി സെൽ റിസപ്റ്റേഴ്സ് ഉണ്ടാകും. അപ്പൊ ഇവരൊരു ആന്റിജനിക് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ, ഒരു ആന്റിജൻ ബോഡി കയറി കഴിഞ്ഞാൽ ഇവർ ആക്റ്റീവ് ആകും. ഇവർ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവര് പ്രൊലിഫറേറ്റ് ചെയ്യും, ഇവര് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അങ്ങനെ ഇവര് പ്ലാസ്മ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. സോ പ്ലാസ്മ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. പ്ലാസ്മ സെൽസിന് അങ്ങനെ പ്രത്യേകിച്ച് ആന്റിബോഡീസ് ഒന്നും അവരുടെ സർഫസിൽ ഉണ്ടാവത്തില്ല. ജസ്റ്റ് ഒരു സാധാരണ ഒരു ന്യൂക്ലിയസ് ഉള്ള ഒരു സെല്ല്, എല്ലാ ഗോൾജി, ER അങ്ങനെ എല്ലാം ഉള്ള ഒരു സാധാരണ ഒരു സെല്ലാണ് പ്ലാസ്മ സെൽസ് എന്ന് പറയുന്നത്. പ്ലാസ്മ സെൽസ് എന്താ ചെയ്യുന്നത്? പ്ലാസ്മ സെൽസ് വിത്തിൻ സെക്കൻഡ്, ഓരോ സെക്കൻഡ്സിലും തൗസൻഡ്സ് ഓഫ് ആന്റിബോഡീസ് റിലീസ് ചെയ്യും. വൈ ആണ് നമ്മൾ ആന്റിബോഡീസിനെ ഡിനോട്ട് ചെയ്യുന്നത്. തൗസൻഡ്സ് ഓഫ് ആന്റിബോഡീസ് അവർ വിത്തിൻ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ 1000 ആന്റിബോഡി എന്ന രീതിയിൽ അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് എപ്പോഴായിരിക്കും? ഒരു ആന്റിജൻ കയറി കഴിഞ്ഞാൽ ഈ ആന്റിബോഡീസ് പോയി ഈ ആന്റിജനെ കില്ല് ചെയ്യും. സോ ബി സെൽസുകൾ ആന്റിജൻസിനെ കണ്ട ഇതുപോലെ ആന്റിബോഡീസുകൾ റിലീസ് ചെയ്യും. സോ അതിനുവേണ്ടി അവർ പ്ലാസ്മ സെൽസ് ആകും. അതിനുശേഷം ആന്റിബോഡീസുകളെ ഷൂട്ട് ചെയ്യും. So this is what happens when B cell get activated. ആന്റിജൻ കയറി കഴിഞ്ഞു, ബി സെൽസ് പ്ലാസ്മ സെൽസ് പ്രൊഡ്യൂസ് ചെയ്തു, പ്ലാസ്മ സെൽസ് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തു. സോ ഇതാണ് ചെറിയതായിട്ട് ബി സെൽസിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ടി സെൽസ് നോക്കാം. സോ ടി സെൽസിന് പേര് വരാൻ കാരണം അവർ തൈമസിലാണ് ഒറിജിനേറ്റ് ചെയ്തത്. ബി സെൽസിന് പേര് വരാൻ കാരണം അവർ ബോൺ മാരോയിലാണ് ഒറിജിനേറ്റ് ചെയ്തത്. ടി സെൽസിന് ഉള്ള ഒരു റിസപ്റ്റർ എന്ന് പറയുന്നത് ടി സെൽ റിസപ്റ്റർ ആണ്. TCR, ടി സെൽ റിസപ്റ്റേഴ്സ് ആണ് ടി സെൽസിനുള്ളത്. ഇൻ കേസ് ഒരു ആന്റിജൻ അതിനെ ആര് ഫാഗോസൈറ്റ് ചെയ്യും? ഫാഗോസൈറ്റിക് ആയിട്ടുള്ള മാക്രോഫേജസ്, ന്യൂട്രോഫിൽസ് വന്നിട്ട് അവരെ ഫാഗോസൈറ്റ് ചെയ്യും. ഫാഗോസൈറ്റൈസ് ചെയ്തു. അപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ആന്റിജനിക് പ്രോട്ടീൻസ്, ആന്റിജൻസിലെ ആന്റിജനിക് പ്രോട്ടീൻസ് ഉണ്ട്. അപ്പൊ ഇവര് ഫാഗോസൈറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആന്റിജനിക്, അപ്പൊ ഇവര് ഫാഗോസൈറ്റ് ചെയ്തതിനു ശേഷം ഈ ആന്റിജനിക് പ്രോട്ടീൻസിനെ ഇവര് സ്പ്ലിറ്റ് ചെയ്തിട്ട് പെപ്റ്റൈഡ്സ് ആയിട്ട് മാറ്റും.
കുറച്ച് പെപ്റ്റൈഡുകളായിട്ട് മാറ്റും. സോ നോ മോർ ആന്റിജനിക് പ്രോട്ടീൻസ്, അവിടെ പകരം പെപ്റ്റൈഡ്സുകളായിരിക്കും ഉണ്ടാവുന്നത്. എല്ലാത്തിനും സ്പ്ലിറ്റ് ചെയ്ത് പെപ്റ്റൈഡ്സ് ആക്കി. എന്നിട്ട് ഇവര് ആ പെപ്റ്റൈഡ്സിനെ അവരുടെ സർഫസിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്തു. അപ്പൊ നമ്മൾ ഇവരെ ആന്റിജൻ പ്രസന്റിങ് സെൽസ് എന്നെല്ലാം പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പൊ നമ്മൾ ഇവരെ ആന്റിജൻ പ്രസന്റിങ് സെൽസ് എന്ന് പറഞ്ഞു. സോ ഇവിടെ പറയാനുള്ളത്, ഈ പെപ്റ്റൈഡ്സുകളെ ഇവർ വെറുതെ കൊണ്ടുവന്ന് ഇങ്ങനെ പ്രസന്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇങ്ങനെയല്ല ഇവര് പ്രസന്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഒരു ഷോപ്പില് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ഡയമണ്ട് അവർ വെക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ചുമ്മാ തറയിൽ നിരത്തി വെക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അത് ഒരു ഏറ്റവും നല്ലൊരു രീതിയിലാണ് അത് പ്രസന്റ് ചെയ്ത് അവിടെ വെക്കുന്നത്. സോ ഇത് പെപ്റ്റൈഡ്സുകൾ ഇവർ കാണിക്കുന്നത് വെറുതെ കാണിക്കുകയല്ല ചെയ്യുന്നത്, ഒരു കോംപ്ലക്സിന്റെ പുറത്തായിരിക്കും ഇവർ ഈ പെപ്റ്റൈഡ്സുകളെ വെക്കുന്നത്. സോ ഈ പെപ്റ്റൈഡ്സ് ഇങ്ങനെ ആയിരിക്കില്ല ഇരിക്കുന്നത്. ഇൻസ്റ്റെഡ് അതൊരു കോംപ്ലക്സിലായിരിക്കും വെച്ചേക്കുന്നത്. ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടാകും. ആ കോംപ്ലക്സിന്റെ പുറത്ത് അവർ ബൗണ്ട് ചെയ്തിട്ടാണ് ഈ പെപ്റ്റൈഡ്സുകളെ വെക്കുന്നത്. We call this complex as MHC. അപ്പൊ ഈ MHC കോംപ്ലക്സിന്റെ സർഫസിലായിരിക്കും ഇവര് ഈ പെപ്റ്റൈഡ്സുകളെ ബൗണ്ട് ചെയ്ത് നിർത്തണത്. അപ്പൊ ഇങ്ങനത്തെ ഒരു കോംപ്ലക്സ്, അതിന്റെ കൂടെ ഒരു പെപ്റ്റൈഡിനെ ആർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും? ടി സെൽ റിസപ്റ്റേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ടി സെൽ റിസപ്റ്റേഴ്സ് എപ്പോഴും ബ്രൗസ് ചെയ്യണത്, എപ്പോഴും അന്വേഷിച്ച് നടക്കുന്നത് ഒരു പെപ്റ്റൈഡ് വിത്ത് എ കോംപ്ലക്സ്, MHC കോംപ്ലക്സ്. MHC കോംപ്ലക്സിന്റെ കൂടെ ഒരു പെപ്റ്റൈഡിനെയാണ് ടി സെൽ റിസപ്റ്റേഴ്സ് അന്വേഷിച്ച് നടക്കുന്നത്. അല്ലാതെ വെറുതെ പെപ്റ്റൈഡ്സിനെ അല്ല അവർ അന്വേഷിക്കുന്നത്, പെപ്റ്റൈഡ് ബൗണ്ടഡ് വിത്ത് എ കോംപ്ലക്സ്. അപ്പൊ ഇങ്ങനെ ഒരു കോംപ്ലക്സ്, MHC കോംപ്ലക്സ്, അപ്പൊ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആണ് ടി സെൽ റിസപ്റ്റേഴ്സ്, നമ്മുടെ ടി സെൽസിലുള്ള റിസപ്റ്റേഴ്സ് അന്വേഷിക്കുന്നത്. സോ അവർ ഇവരെ കാണുമ്പോഴായിരിക്കും ടി സെൽസ് ആക്ടിവേറ്റഡ് ആയി മാറുന്നത്. ഇത് ടി സെല്, ഇത് മാക്രോഫേജസ്. സോ ഇത് MHC മോളിക്യൂൾ ബൗണ്ടഡ് വിത്ത് എ പെപ്റ്റൈഡ് മോളിക്യൂൾ. സോ ഇത് ടി സെൽ റിസപ്റ്റേഴ്സ്. സോ ടി സെൽ റിസപ്റ്റേഴ്സും എപ്പോഴും ബ്രൗസ് ചെയ്യുന്നത് ഒരു MHC കോംപ്ലക്സ് ആയിരിക്കും, ബൗണ്ടഡ് വിത്ത് എ പെപ്റ്റൈഡ് ആയിരിക്കും. ഇനി നമുക്ക് ഈ MHC കോംപ്ലക്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. MHC ക്ലാസ് 1 ഉണ്ട്, MHC ക്ലാസ് 2 ഉണ്ട്. MHC ക്ലാസ് 1 ആൻഡ് MHC ക്ലാസ് 2 ഉണ്ട്. ഈ MHC ക്ലാസ് 1 നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓൾ ന്യൂക്ലിയേറ്റഡ് സെൽസ്, എല്ലാ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സെൽസുകളിലും നമുക്ക് ന്യൂക്ലിയേറ്റഡ് സെൽസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് MHC ക്ലാസ് 1 ആണ്. ഇൻ കേസ് നമുക്ക് MHC ക്ലാസ് 2 കാണാൻ സാധിക്കുന്നത് എവിടെയായിരിക്കും? ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രൊഫഷണൽ ആന്റിജൻ പ്രസന്റിംഗ് സെൽസുകളിലായിരിക്കും. സച്ചസ് മാക്രോഫേജസ് ആയിക്കോട്ടെ, ഡെൻഡ്രൈറ്റ്സ് ആയിക്കോട്ടെ, ഇങ്ങനെ ആന്റിജൻ പ്രസന്റിംഗ് സെൽസുകളിലായിരിക്കും നമുക്ക് പ്രൊഫഷണൽ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ്, അവരിലായിരിക്കും നമുക്ക് ക്ലാസ് 2 MHCനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഒരു നോർമൽ ന്യൂക്ലിയേറ്റഡ് സെൽസിൽ നമുക്ക് ക്ലാസ് 1 MHC കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് MHC മോളിക്യൂൾ വഴിയാണ് ആന്റിജൻസിനെ ടി സെൽസിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ടി സെൽസ് രണ്ട് തരത്തിലുണ്ട്, ടി ഹെൽപ്പറും ഉണ്ട്, ടി സൈറ്റോടോക്സിക്കും ഉണ്ട്. ടി ഹെൽപ്പറിലുള്ളതാണ് CD4. CD4 റെക്കഗ്നൈസ് ചെയ്യുന്നത് MHC ക്ലാസ് 2വിനെയും CD8 റെക്കഗ്നൈസ് ചെയ്യുന്നത് ക്ലാസ് 1 MHC. നമുക്ക് പറയാനുള്ളത് ടി സെൽസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ടി സെൽസ് നമുക്ക് ടി ഹെൽപ്പർ സെൽസ് എന്നും പറയാം, ടി സൈറ്റോടോക്സിക് സെൽസ് എന്നും പറയാം. ടി ഹെൽപ്പർ സെൽസിന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എല്ലാ സെൽസിനും അവരുടെ സർഫസിൽ ഒരു സർഫസ് പ്രോട്ടീൻ ഉണ്ടാകും, ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ CD ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ടി ഹെൽപ്പർ സെൽസിന്റെ സർഫസിനകത്തുള്ള CD എന്ന് പറയുന്നത് CD4 ആണ്. ഇവർക്കുള്ള CD എന്ന് പറഞ്ഞാൽ CD4 ആണ്. ആർക്ക്? ടി ഹെൽപ്പർ സെൽസിന്. എന്നാൽ CD8 ആണ് ടി സൈറ്റോടോക്സിക് സെൽസിനുള്ളത്. സൈറ്റോടോക്സിക് അത് സെൽ ടോക്സിക് ആണ്, വളരെ ടോക്സിക്, വളരെ വീര്യം കൂടിയ ഒരു ടി സെല്ലാണ് ടി സൈറ്റോടോക്സിക്. അവർക്കുള്ളത് CD8 ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്, അതായത് CD8 പ്രോട്ടീൻ ആണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇനി പറയാനുള്ളത്, ഈ CD4 ഈ പ്രോട്ടീൻ റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ടി ഹെൽപ്പർ സെൽസ് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഏത് MHCനെ ആയിരിക്കും? ക്ലാസ് 2 MHC ആയിരിക്കും. ക്ലാസ് 2 MHC ആയിരിക്കും. ക്ലാസ് 2 MHCനെ റെക്കഗ്നൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ അവര് സെർച്ച് ചെയ്യുന്നത് ആന്റിജൻ പ്രസന്റിംഗ് സെൽസുകളെ ആയിരിക്കും. ക്ലാസ് 2 MHC ഞാൻ പറഞ്ഞു, അത് ആന്റിജൻ പ്രസന്റിംഗ് സെൽസിനാണ് ക്ലാസ് 2 MHC ഉള്ളത്. അപ്പൊ ടി ഹെൽപ്പർ സെൽസ് എപ്പോഴും നോക്കണത് ആരെയായിരിക്കും? ആന്റിജൻ പ്രസന്റിംഗ് സെൽസുകളെ ആയിരിക്കും. എന്നാ CD8
എന്ന് പറയുന്നത് റെക്കഗ്നൈസ് ചെയ്യുന്നത് ആന്റിജൻ ഇൻ കോംപ്ലക്സ് വിത്ത് MHC ക്ലാസ് 1 ആയിരിക്കും. ക്ലാസ് 1. സോ ഇവര് റെക്കഗ്നൈസ് ദ ആന്റിജൻ ഇൻ കോംപ്ലക്സ് വിത്ത് ക്ലാസ് 2 MHC ആൻഡ് ഹിയർ ദേ റെക്കഗ്നൈസസ് ആന്റിജൻ ഇൻ കോംപ്ലക്സ് വിത്ത് ക്ലാസ് 1 MHC. സോ നമുക്കിവിടെ കാണാൻ പറ്റും CD4 T ഹെൽപ്പർ MHC ക്ലാസ് 2നെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത് ആൻഡ് CD8 റെക്കഗ്നൈസ് ചെയ്യുന്നത് MHC ക്ലാസ് 1നെയാണ്. അപ്പൊ ക്ലാസ് 2 എന്ന് പറയുന്നത് ഒരു ആന്റിജൻ പ്രസന്റിംഗ് സെൽസുകൾക്കായിരിക്കും ഉണ്ടാവുന്നത്. ക്ലാസ് 1 എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സെൽസുകൾക്കായിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് ഇവരുടെ റേഷ്യോ നോക്കിയേ, 2 കഴിഞ്ഞിട്ടല്ലേ 1. അപ്പൊ 2:1 റേഷ്യോ ആണ് ഇവർക്ക് ഉള്ളത്. ടി ഹെൽപ്പർ ടി സൈറ്റോടോക്സിക് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. കാരണം MHC 2 ഇവിടെ MHC 1 ആണ്. സോ നമുക്ക് ഓർത്തിരിക്കണം എങ്ങനെയാന്ന് വെച്ചാൽ ടി ഹെൽപ്പർ ടി സൈറ്റോടോക്സിക് റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും 2:1 ആയിരിക്കും. അപ്പൊ 2 MHCക്കാണ് ഉള്ളത്, ക്ലാസ് 2 MHC CD4 ഉള്ളത്, അതായത് ടി ഹെൽപ്പർക്കാണ് ഉള്ളത്. 1 റേഷ്യോ എന്ന് പറയുന്നത് അത് ടി സൈറ്റോടോക്സിക്കിനാണ് ഉള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ടി ഹെൽപ്പറിനുള്ളത് CD4 ആണ്, അവർക്കുള്ള MHC ക്ലാസ് 2 ആണ്. ടി സൈറ്റോടോക്സിനുള്ളത് CD8 ആണ്, അവർക്കുള്ളത് ക്ലാസ് 1 ആണ്. 2:1 അത് ഓർത്താൽ തന്നെ മതി. ഹെൽപ്പർ കഴിഞ്ഞിട്ട് സൈറ്റോടോക്സിക് അത് 2:1 റേഷ്യോ. പിന്നെ ഈ റേഷ്യോ നമ്മളല്ല ഈ റേഷ്യോ ആണ് കാണുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ HIV ഡിസീസ് ഉള്ളവർക്ക് ഈ റേഷ്യോ വേരി ചെയ്യാം. നെക്സ്റ്റ് പറയാനുള്ളത്, ഇൻ കേസ് ഒരു T സെൽ ഹാവിംഗ് CD8. അപ്പൊ CD8 ഉള്ള ആർക്കായിരിക്കും? ടി സൈറ്റോടോക്സിക് സെൽസിനായിരിക്കും. അപ്പൊ ഇവൻ ബ്രൗസ് ചെയ്യുന്ന ആന്റിജൻ ഇൻ കോംപ്ലക്സ് വിത്ത് MHC 1 ആയിരിക്കും. അങ്ങനെയുള്ള ഒരാളെ കണ്ടുപിടിച്ചു. അപ്പോൾ ആന്റിജനുമായിട്ട് കോണ്ടാക്ട് വന്നു, ഇവൻ ആക്ടിവേറ്റ് ആയി. ഈ T സെല് ആക്ടിവേറ്റ് ആയി. അപ്പൊ നമ്മൾ സ്റ്റാർ ഇട്ട് കൊടുക്കാം. ആക്ടിവേറ്റഡ് ആയ ഒരു T സെൽസ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ഇവൻ ഡിഫറൻഷിയേറ്റ് ചെയ്യും. എഫക്റ്റർ സെല്ലും അതുപോലെ സൈറ്റോടോക്സിക് T ലിംഫോസൈറ്റ് ആയിട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യും. സൈറ്റോടോക്സിക് T ലിംഫോസൈറ്റ് നമ്മൾ ഷോർട്ടായിട്ട് CTL എന്ന് പറയാം. CTL. അപ്പോ ഒരു ആന്റിജൻ ബോഡി കയറി, അപ്പോ T സെൽസ് ബ്രൗസ് ചെയ്ത് മനസ്സിലാക്കി ഒരു ആന്റിജൻ കയറി. അങ്ങനെ T സെൽസ് ആ ആന്റിജനെ ബ്രൗസ് ചെയ്തു. അങ്ങനെ ഇവർക്ക് ആക്ടിവേറ്റ് ആയി. അങ്ങനെ ഇവർക്ക് എഫക്റ്റർ സെൽസും സൈറ്റോടോക്സിക് T ലിംഫോസൈറ്റ് ആയിട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഈ സൈറ്റോടോക്സിക് T ലിംഫോസൈറ്റ് എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സെൽസ് വിത്ത് ആന്റിജനിക് കോണ്ടാക്ട് വന്ന ഏതെങ്കിലും ഒരു സെല്ലിനെ കണ്ട അവൻ പോയി എലിമിനേറ്റ് ചെയ്യും. എലിമിനേറ്റ് സെൽ വിത്ത് കോണ്ടാക്ട് വിത്ത് ആന്റിജൻ. ആന്റിജനിക് കോണ്ടാക്ട് വന്ന ഏതെങ്കിലും ഒരു സെല്ലിനെ കണ്ട ഈ സൈറ്റോടോക്സിക് T ലിംഫോസൈറ്റ് ചെന്ന് അറ്റാക്ക് ചെയ്യും, കില്ല് ചെയ്യും. അത്രയാണ് T സെൽസിന്റെ ഈ T സൈറ്റോടോക്സിക് സെൽസിന്റെ ഡ്യൂട്ടി. നെക്സ്റ്റ് വൺ നമ്മൾ T ഹെൽപ്പറിനെ നോക്കുവാണ്. T ഹെൽപ്പറിനുള്ളത് CD4 ആണ്. അപ്പൊ ഇവനൊരു ആന്റിജനെ ബ്രൗസ് ചെയ്തു. ആന്റിജനിക് പെപ്റ്റൈഡ് വിത്ത് കോംപ്ലക്സ് വിത്ത് MHC ക്ലാസ് 1 ഇവര് റെക്കഗ്നൈസ് ചെയ്തു. ക്ലാസ് 2 MHC ഇവര് റെക്കഗ്നൈസ് ചെയ്തു. ഇവർ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇവര് ആക്ടിവേറ്റഡ് ആയി. സോ നമുക്ക് സ്റ്റാർ ഇട്ട് കൊടുക്കാം. ഇവർ ആക്ടിവേറ്റഡ് ആയി T ഹെൽപ്പർ സെൽസ് പ്രൊലിഫറേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. പ്രൊലിഫറേറ്റ് ചെയ്തു, ഡിഫറൻഷിയേറ്റ് ചെയ്തു. TH1 ആൻഡ് TH2 ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. TH1 ആൻഡ് TH2. TH1 ഇൻട്രാസെല്ലുലർ പാത്തജൻസിനെ കില്ല് ചെയ്യും. ഇൻട്രാസെല്ലുലർ പാത്തജൻസ് ആൻഡ് TH2 എക്സ്ട്രാ സെല്ലുലർ പാത്തജൻസിനെയും കില്ല് ചെയ്യും. ഇനി പറയാനുള്ളത് CD4 സെൽസ് കുറച്ച് സൈറ്റോകൈൻസ് റിലീസ് ചെയ്യും. വാട്ട് യു മീൻ ബൈ സൈറ്റോകൈൻ? അത് കുറച്ച് സെൽ കെമിക്കൽസ് ആണ്. സെൽ കെമിക്കൽസ്. സൈറ്റോ മീൻസ് സെൽ, കൈൻ മീൻസ് കെമിക്കൽ. അപ്പൊ സൈറ്റോകൈൻസ് റിലീസ് ചെയ്യും. ഈ സൈറ്റോകൈൻസിന് ബി സെല്ല്, മാക്രോഫേജസ്, അതുപോലെ T സൈറ്റോടോക്സിക് സെൽസ്, ഇത്രയും ആൾക്കാരെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവ് ഈ സൈറ്റോകൈൻസിനുണ്ട്. അപ്പൊ ഇത് ചെയ്യുന്നത് ആരാ? ഇത് വിടുന്നത് T ഹെൽപ്പർ സെൽസ് ആണ്. അപ്പൊ T ഹെൽപ്പർ സെൽസിലെ CD4 റിസപ്റ്റർ, CD4 എന്ന് പറഞ്ഞ ഗ്ലൈക്കോപ്രോട്ടീൻസിന്
കുറച്ച് സൈറ്റോകൈൻസ് റിലീസ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ട്. അവര് സൈറ്റോകൈൻസ് റിലീസ് ചെയ്യും. ബി സെല്ല്, മാക്രോഫേജസ്, ടി സി സെൽസ്, ടി സൈറ്റോടോക്സിക് സെൽസ്, ഇത്രയും ആൾക്കാരെ ആക്ടിവേറ്റ് ചെയ്യും. സോ ആ ടി ഹെൽപ്പർ ആ പേരിൽ തന്നെയുണ്ട്, അവര് ഹെൽപ്പ് ചെയ്യുന്ന സെൽസുകളാണ്. നെക്സ്റ്റ് വൺ നാച്ചുറൽ കില്ലേഴ്സ് ആണ്. നാച്ചുറൽ കില്ലേഴ്സിന് ഉള്ള മാർക്കർ ആണ് ഉള്ളത്. സെൽ റിസപ്റ്റേഴ്സ് ഒന്നുമില്ല. ഇവർക്കുള്ളത് ഒരു സർഫസ് മാർക്കർ ആണ്, നെയിംഡ് ആസ് NK1. ഇവരുടെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ ഇവര് വൈറസ് ഇൻഫെക്റ്റഡ് സെൽസുകളെയും അതുപോലെ ട്യൂമർ സെൽസുകളെയും ആയിരിക്കും കില്ല് ചെയ്യണത്. എങ്ങനെയാ കില്ല് ചെയ്യണത്? ഇവർക്കുള്ള ഗ്രാനുൾസ് എന്ന് പറയുന്നത് ലാർജർ ആയിട്ടുള്ള ഗ്രാനുൾസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഈ ലാർജർ ഗ്രാനുൾസ് ഇവർ റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര സൈറ്റോടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്രാനുൾസ് ആണ് റിലീസ് ചെയ്യുന്നത്. ആ ഗ്രാനുൾസ് എന്തെങ്കിലും ഒരു വൈറസോ അല്ലെങ്കിൽ ഏതൊരു ട്യൂമർ സെൽസിനെ കണ്ട കൊണ്ടുപോയി കില്ല് ചെയ്യും. അപ്പൊ ഇത്രയാണ് നാച്ചുറൽ കില്ലേഴ്സിന്റെ ഒരു കോമൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഗ്രാനുൾസ് റിലീസ് ചെയ്യുക, കില്ല് ചെയ്യുക. ഇനി എങ്ങനെയാണ് ചെയ്യണേന്ന് വെച്ചാ, സോ ഇവർക്കൊരു റിസപ്റ്റർ ഉണ്ട്, ക്ലാസ് 1 MHC റിസപ്റ്റർ. ക്ലാസ് 1 MHC അല്ല ഉള്ളത്, ക്ലാസ് 1 MHCയുടെ റിസപ്റ്റർ ആണ് ഉള്ളത്. ഓക്കെ, ഈ ക്ലാസ് 1 MHC റിസപ്റ്റർ ആണ് ഇവർക്കുള്ളത്. കണ്ടില്ലേ, ഇങ്ങനത്തെ റിസപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്ലാസ് 1 MHC ആയിട്ട് ബൈൻഡ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സെല്ല് അവർക്ക് ക്ലാസ് 1 MHC ഉണ്ടെങ്കിൽ അവർ പോയി ബൈൻഡ് ചെയ്യും, ക്ലാസ് 1 MHC. ഇങ്ങനെ ഒരു ക്ലാസ് 1 MHC ആയിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന ടൈമില് ഈ നാച്ചുറൽ കില്ലർ സെൽസ് ആക്ച്വലി ഇൻഹിബിറ്റഡ് ആയിട്ട് നിൽക്കുവാണ് ചെയ്യണത്. പറഞ്ഞുതരാം. ക്ലാസ് 1 MHC എന്ന് പറയുന്നത് ആരിലാ കാണുന്നത്? അത് ആന്റിജൻ പ്രസന്റിംഗ് സെൽസിലാണോ ഉള്ളത് അതോ സാധാരണ സെൽസിലാണോ ഉള്ളത്? സാധാരണ ഒരു ന്യൂക്ലിയസ് ഒക്കെ ഉള്ള ഒരു സെൽസിനകത്താണ് എന്തുള്ളത്? ക്ലാസ് 1 MHC ഉള്ളത്. അങ്ങനെ ക്ലാസ് 1 MHC ആയിട്ട് ഇവര് ഇരിക്കുന്ന ടൈമില് ഇവര് ഇൻഹിബിറ്റഡ് ആണ്. അതായത് ഇവർക്ക് ഇവരുടെ ഗ്രാനുൾസിനെ റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവരൊരു വീട്ടിൽ അടച്ചുവിട്ട കുട്ടിയെ പോലെയാണ്. ഇവർക്ക് ഇവരുടെ കഴിവ് പ്രദർശിക്കാൻ പറ്റുന്നില്ല. ഇവര് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു ലോക്ക്ഡൌൺ അവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. എന്നാൽ ഈ ക്ലാസ് 1 MHC ഇല്ല, ക്ലാസ് 1 MHC ഇല്ല. അപ്പൊ ഇവരെന്തായി? ഫ്രീ ആയി. അപ്പൊ ഇവർക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവരുടെ ഈ ഗ്രാനുൾസ് എല്ലാം ഇവര് പുറത്തോട്ട് ഇറക്കും. ഗ്രാനുൾസ്, ലാർജർ ആയിട്ടുള്ള ഈ ഗ്രാനുൾസ് എല്ലാം പുറത്തോട്ട് ഇറക്കും. എന്നിട്ട് ഈ ലാർജർ ഗ്രാനുൾസ് ചെന്നിട്ട് വൈറസ് ഇൻഹിബിറ്റഡ് വൈറസ് സെൽസ് അല്ലെങ്കിൽ ട്യൂമർ സെൽസുകളെ, ക്യാൻസർ സെൽസ് അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസുകളെ കില്ല് ചെയ്യും. അപ്പൊ ഇത്രയാണ് സംഭവിക്കുന്നത്. എന്താ, ക്ലാസ് 1 MHC ആയിട്ട് ഇവരെ എപ്പോഴും പൂട്ടിയിരിക്കുമായിരുന്നു ചെയ്തിരുന്നത്. എപ്പോ ക്ലാസ് 1 MHC ഇല്ല, ഇവര് ഇൻഡിപെൻഡന്റ് ആയി. അപ്പൊ ഇവരുടെ തക്കം കിട്ടിയ ടൈമിൽ ഇവരുടെ ഗ്രാനുൾസ് റിലീസ് ചെയ്തു. ഇവര് പോയി വന്ന ട്യൂമർ സെൽസ് ആണെങ്കിൽ ട്യൂമർ സെൽസിനെ, അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് ആണെങ്കിൽ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസിനെ കില്ല് ചെയ്തു. ഇൻ കേസ് ഇനി ഇവരുടെ വേറെ ഒരു ഫംഗ്ഷൻ എങ്ങനെയാന്ന് വെച്ചാൽ, ഇനി ഇവർക്കുള്ള റിസപ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ആന്റിബോഡീസിന് വന്നിരിക്കാനുള്ള റിസപ്റ്റേഴ്സ് ആണ്. ആന്റിബോഡീസിന് വന്നിരിക്കാനുള്ള കുറച്ച് റിസപ്റ്റേഴ്സ് ആണ് ഇനി ഇവർക്കുള്ളത്. ഇവിടെ ആന്റിബോഡീസ് വന്ന് ഇരിക്കും. അപ്പൊ വെറുതെ ആന്റിബോഡീസ് വന്ന് ഇരിക്കില്ല. എപ്പോഴൊരു ആന്റിബോഡി ഒരു ആന്റിജനിക് കോണ്ടാക്ട് വന്നു, അല്ലെങ്കിൽ ഒരു ആന്റിജനെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ആന്റിബോഡീസ് വന്നിട്ട് ഇവരുടെ ഈ റിസപ്റ്ററിൽ വന്ന് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു സമയത്ത് ഇവരിപ്പോ MHC ആയിട്ട് കോണ്ടാക്ട് ആണെങ്കിൽ പോലും, ക്ലാസ് 1 MHC ആയിട്ട് ക്ലാസ് 1 MHC ആയിട്ട് കോണ്ടാക്ട് ആണെങ്കിൽ പോലും ഇവരത് മൈൻഡ് ചെയ്യില്ല. ആന്റിബോഡി വന്നാൽ ഇവർക്കൊരു ഫ്രണ്ടിനെ പോലെ ആന്റിബോഡി വന്നാൽ പിന്നെ MHC1 നോക്കുകയില്ല. MHC1 അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കും. അതായത് MHC1 ആക്ഷൻ അവിടെ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. MHC ലോക്ക് ചെയ്ത് വെച്ചേക്കുക അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്ത് വെച്ചേക്കുക എന്നൊന്നും ഇവര് നോക്കില്ല. ഇവര് ആന്റിബോഡിനെ കണ്ടോ ഇവർ അപ്പൊ തന്നെ ഇവരുടെ ഗ്രാനുൾസ് എല്ലാം റിലീസ് ചെയ്യും. ഇവരുടെ തനി സ്വഭാവം അപ്പൊ കാണും, ഗ്രാനുൾസ് എല്ലാം റിലീസ് ചെയ്യും. ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ആന്റിബോഡി വന്നാൽ ഇവർ MHC1 കാര്യങ്ങൾ നോക്കില്ല. ക്ലാസ് 1 MHC പൂട്ടി വെച്ചേക്കുവാണ്, ക്ലാസ് 1 MHC ഇൻഹിബിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് എന്ന് ഇവർ നോക്കത്തില്ല. അല്ലാതെ തന്നെ ഇവരുടെ ഗ്രാനുൾസിനെ അങ്ങ് റിലീസ് ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. നാച്ചുറൽ കില്ലേഴ്സ് ഇത്രയല്ല ഉള്ളത്, വളരെ സിമ്പിൾ ആയിട്ട് ലിംഫോസൈറ്റ്സിൽ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഇവർക്ക് 2 റിസപ്റ്റേഴ്സ് മേജർ ആയിട്ട് ഞാൻ പറഞ്ഞത്, ക്ലാസ് 1 MHCക്കുള്ള റിസപ്റ്റേഴ്സും അതുപോലെ ആന്റിബോഡീസിന് വന്നിരിക്കാനുള്ള റിസപ്റ്റേഴ്സും. സോ ഒരെണ്ണം ക്ലാസ് 1 MHCക്ക് വന്നിരിക്കാനുള്ള റിസപ്റ്റർ ഉണ്ട്, അതുപോലെ ഒരെണ്ണം ആന്റിബോഡീസ് വിത്ത് ആന്റിജൻസിന് വന്നിരിക്കാനുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. അതനുസരിച്ച് അവരവരുടെ ഗ്രാനുൾസ് റിലീസ് ചെയ്യുക എന്താന്ന് വെച്ചാൽ ചെയ്യും. സോ ഇത്രേ ഉള്ളൂ. ലിംഫോസൈറ്റ്സും അങ്ങനെ തീർന്നിരിക്കുകയാണ്. So thank you for watching and bye guys.